ഹല്ലേലൂയ. ഈ നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചന ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നാം അറിയുന്നുണ്ടോ? കഷ്ടതയോടെ, ഭാരങ്ങളോടെ, ദുഃഖത്തോടെ, പ്രയാസങ്ങളോടെ, പരീക്ഷകളോടെ, പരിശോധനകളോടെ വേദനിച്ച് കടന്നു വന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് പൽക്കാലം ദൈവം നമ്മളോട് പറയുന്നത് നാം ഒന്ന് അറിയുന്നു എന്ന്. അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞു കടന്നു പോകണം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഇന്ന് പൽക്കാലം നിങ്ങൾ കടന്നു പോകുന്ന ഏത് അവസ്ഥയായാലും, ഏത് ദുഃഖമായാലും ഭാരമായാലും, ഇന്ന് പൽക്കാലം മനസ്സിലാക്കിക്കൊള്ളുക, നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. അത് പറയുന്നില്ല ഓൾ ഈസ് സംഭവിച്ചതെല്ലാം നല്ലതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. സംഭവിച്ചതെല്ലാം ഇപ്പോൾ നന്മയായിരിക്കുന്നു എന്ന് പറഞ്ഞില്ല. സംഭവിക്കുന്നതൊക്കെയും നാളെ നന്മയായി തീരുമെന്ന് പറഞ്ഞില്ല. സകലവും സംഭവിച്ചത് നന്മയല്ലായിരിക്കാം, ഒരുപക്ഷെ തിന്മയായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെ പഴിച്ചു പറഞ്ഞേക്കാം, നിങ്ങളുടെ കുറ്റം മാത്രം അവർ പറഞ്ഞേക്കാം. നിങ്ങളുടെ നന്മ 90 ഇരിക്കെ 10 കുറ്റം മാത്രം നിങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കാം. അനവധി തിന്മകളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും നെടുവീർപ്പുകളും മാത്രം നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയേക്കാം, വന്നിരിക്കാം. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ വചനം നമ്മളെ അറിയിക്കുന്നത് അതൊക്കെയും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഹല്ലേലൂയ. ഏത് ദുഃഖങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണേലും ഇന്ന് പൽക്കാലം മനസ്സിലാക്കിക്കൊള്ളുക, അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആർക്കാണ് ഈ വാഗ്ദത്തത്തെ അല്ലെങ്കിൽ ഈ വചനത്തെ മുറുകെ പിടിച്ച് നടക്കുവാൻ കഴിയുന്നത്? 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പിന്നെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. 2 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദോസ് who are loved and those who are called. ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. And we know that all things work together for good to them that love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, to them who are the called according to his purpose. അവൻ്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. ഇത്ര വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അവനാൽ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടിയും ഏത് ഉദ്ദേശത്തോടുകൂടി അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നുവോ ആ ഉദ്ദേശം നമ്മൾ ചെയ്യുന്നവരായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളെ പോലും നമ്മുടെ നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ അവനെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ അവനെ സ്നേഹിക്കുന്നു എങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ അവൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും. 1 യോഹന്നാൻ 2:5. എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി നിറഞ്ഞിരിക്കും. സോ അതിന് മുന്നേ വാക്യം പറയുന്നത് അവനെ സ്നേഹിക്കുന്നെങ്കിൽ, അവൻ്റെ വചനം പ്രമാണിക്കുന്നെങ്കിൽ നമ്മൾ കള്ളനാകുന്നു. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മളിൽ ദൈവസ്നേഹമുണ്ട് എങ്കിൽ, നമ്മൾ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കും? അവൻ്റെ വചനത്തെ അനുസരിച്ചിരിക്കും. അവനെ വചനത്തെ അനുസരിക്കാത്ത ആരുടെ ഉള്ളിലും എന്തില്ല? ദൈവസ്നേഹം ഇല്ല. ഹല്ലേലൂയ. നമ്മൾ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ അവൻ്റെ പ്രമാണങ്ങളെ എന്ത് ചെയ്യും? അനുസരിക്കുന്നവരായിത്തീരും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7:24 മുതൽ 27. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഇതാ ഇവിടെ കാണുന്നത്, ഈ വേദഭാഗത്തെക്കുറിച്ച് ഞാൻ ചുരുക്കി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതാ 2 മനുഷ്യർ അവിടെ വീട് പണിയുന്നുണ്ട്. 2 വീടാണ് പണിയുന്നത്. 2 പേരും കൂടെ ഒരു വീടല്ല പണിയുന്നത്. ദേ ബിൽഡ് 2 houses. 2 വീടുകൾ പണിതു. അടിസ്ഥാനവും എന്തുവാ? 2 വ്യത്യസ്തമായ അടിസ്ഥാനമാണ്. എന്നാൽ ഒരൊറ്റ കൊടുങ്കാറ്റാണ് എന്ത് ചെയ്തത്? അടിച്ചത്. 1 storm came. ഒരു കൊടുങ്കാറ്റ് വന്നു.
ഈ 2 പേർ പണിത 2 വീട്ടിൽ ഈ കൊടുങ്കാറ്റടിച്ചപ്പോൾ 2 വ്യത്യസ്തമായ ഫലങ്ങളാണ്, റിസൾട്ടാണ് വന്നത്. ഒന്ന് ഇടിഞ്ഞ് താഴേക്ക് വീണു, ഒന്ന് അവിടെ നിലനിന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അനവധി കൊടുങ്കാറ്റുകൾ അടിക്കുന്നുണ്ട്. പലവിധമായ ട്രയൽസ്, ടെംപ്റ്റേഷൻസ്, പരിശോധനകൾ, പരീക്ഷകൾ, ദുഃഖങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, മാനസിക പിരിമുറുക്കം, ദുഃഖങ്ങൾ, വിരോധങ്ങൾ, നിന്ദകൾ, അപവാദങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ അനവധി കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോഴും നമ്മുടെ വീട്, നമ്മുടെ ജീവിതം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഭവനത്തിൻ്റെ അടിസ്ഥാനം വ്യത്യസ്തമായിരിക്കണം. പുറമേ കാണുമ്പോൾ എല്ലാം ഒരുപോലത്തെ 2 വീടുകളായിരിക്കാം ഒരുപക്ഷെ, എന്നാൽ അടിസ്ഥാനത്തിന് വ്യത്യാസമുള്ളത് കൊണ്ട് ഒരേ പരിശോധന വന്നപ്പോൾ, ഒരേ കൊടുങ്കാറ്റ് വന്നപ്പോൾ ഇതാ 2 വീടും 2 നിലയിൽ എന്ത് ചെയ്തു? വീണ് പോയി. ഹല്ലേലൂയ. ഒന്ന് നിലനിന്നു, ഒന്ന് വീണുപോയി. ഇന്ന് പൽക്കാലം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ അവൻ്റെ വചനം കേട്ട് അവൻ്റെ വചനപ്രകാരം ചെയ്യുന്നവരാണോ? അങ്ങനെ ആകുന്നുവെങ്കിൽ നമ്മുടെ വീട് നിലനിൽക്കും, നമ്മുടെ ജീവിതം നിലനിൽക്കും. നമ്മുടെ അയൽവക്കക്കാരൻ ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയായിരിക്കാം, അദ്ദേഹത്തിന് വരുന്ന അതേ പരീക്ഷകളും പരിശോധനകളാകാം ഒരുപക്ഷെ നമുക്കും കടന്നു വരുന്നത്. എന്നാൽ ആ വ്യക്തി ആ പരീക്ഷയിലും പരിശോധനയിലും താഴടിയായി പോകുമ്പോൾ നമ്മൾ നിലനിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. നമ്മുടെ അടിസ്ഥാനം ആരിലായിരിക്കുന്നു, എന്തിലായിരിക്കുന്നു? ദൈവവചനപ്രകാരം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണോ? അല്ല എങ്കിൽ നമ്മുടെ ജീവിതം താഴടിയായി പോകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കടന്നു വരുന്ന പരിശോധനകളെ കണ്ട് വിഷമിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ ആത്മാവ് പകൽക്കാലം നിന്നോട് പറയുന്നു, അതിനെ നന്മയ്ക്കായി തീർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. ആ ദൈവം നിന്നെ സഹായിക്കണമെങ്കിൽ, അത് ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ നീ ദൈവവചനപ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരണം. നിന്റെ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കണം, അവൻ്റെ വചനത്തിലായിരിക്കണം. മാത്രമല്ല അവൻ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. ദ സ്റ്റോം വിൽ കം. കൊടുങ്കാറ്റ് വരും. എല്ലാവർക്കും ഒരേപോലത്തെ കൊടുങ്കാറ്റ് ഒരുപക്ഷെ വന്നേക്കാം. ഈ ഭവനത്തിൻ്റെ 2 മേലും അടിച്ചത് ഒരേ കൊടുങ്കാറ്റാണ്, എന്നാൽ ഒന്ന് നിലനിന്നു, ഒന്ന് താഴടിയായിപ്പോയി. ഹല്ലേലൂയ. ദ ഫൗണ്ടേഷൻ ഡിറ്റർമിൻസ് ദ സ്റ്റേയിങ് പവർ. നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ വിളിച്ചു പറയുന്നത്, അല്ല ഉറപ്പാക്കുന്നത് നിന്റെ അടിസ്ഥാനമാണ്. ഏതിലാണെന്ന് പൽക്കാലം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ നീ പണിതിരിക്കുന്നത് ഏതിലാണ്? ദൈവവചനത്തിനാണോ? ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, ഇതാ ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലാണോ നിന്റെ അടിസ്ഥാനമായിരിക്കുന്നത്? അല്ല, ചെറിയ കഷ്ടതകൾ വരുമ്പോൾ ദൈവം എവിടെ, ആരിവിടെ എന്ന് ചോദിക്കുന്നതാണോ നിന്റെ ചോദ്യം? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം എനിക്ക് വേണ്ടിയുണ്ട്, അന്ത്യത്തോളം എന്നെ കാക്കാമെന്ന് പറഞ്ഞവൻ എനിക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ. യഹോവ റാഫ, അവൻ എന്നെ സൗഖ്യമാക്കുന്നവൻ, അവൻ പറഞ്ഞ വാഗ്ദത്ത പ്രകാരം അവൻ എനിക്ക് ചെയ്തു തരുമെന്ന് വിശ്വാസത്തോടുകൂടി പൽക്കാലം ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അവൻ പറഞ്ഞ വചനങ്ങളെ നീ അനുസരിക്കുന്നുവെങ്കിൽ നിന്റെ അടിസ്ഥാനം ഉറപ്പുള്ള അടിസ്ഥാനമാണ്. നീ ഒരിക്കലും വീഴുവാൻ അവൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം ചെയ്യണം. പ്രശ്നങ്ങൾ വന്നതിന് ശേഷമല്ല, നമ്മൾ കാറ്റ് വരുന്ന കാണുമ്പോൾ വാഴമരത്തിന് താങ്ങും ഇതൊക്കെ തടിയൊക്കെ വയ്ക്കുന്ന പോലെ പ്രശ്നങ്ങൾ വരുമ്പോഴല്ല ദൈവത്തെ അനുസരിക്കുവാൻ തുടങ്ങേണ്ടത്. The foundation should be built before the storm comes. നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് അടിക്കുന്നതിന് മുൻപ് നീ അടിസ്ഥാനം ഉറപ്പുള്ളതാക്കിയിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും വാഴയ്ക്ക് മുട്ടുവെക്കുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരം തെങ്ങൊക്കെ ചരിഞ്ഞു വരുന്ന കയറുകെട്ടി വെക്കുന്ന പോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകുന്നത്. കഷ്ടത വരുമ്പോൾ ഏത് ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ അനുസരിക്കാത്തതെന്ന് ഓടി അന്വേഷിക്കുകയാണ്. ഇല്ല, അങ്ങനെയല്ല. നിന്റെ ഭവനം പണിയുന്നതിന് മുൻപേ നിന്റെ അടിസ്ഥാനം പണിതിരിക്കണം. ഹല്ലേലൂയ. നീ ക്രിസ്തീയ ജീവിതം പണിതെടുക്കുന്നതിന് മുൻപേ ആ പണിയപ്പെട്ട ക്രിസ്തീയ ജീവിതം അടിസ്ഥാനമുള്ള ക്രിസ്തീയ ജീവിതമായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. അവൻ്റെ വചനത്തെ അനുസരിക്കുന്ന അനുസരണത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതമായിരിക്കണം. ഹല്ലേലൂയ. സോ ദ ഫൗണ്ടേഷൻ ഷുഡ് ബി ബിൽറ്റ് ബിഫോർ ദ സ്റ്റോം കംസ്. കൊടുങ്കാറ്റും തിരമാലകളും നിന്റെ ജീവിതത്തിന്മേൽ, നീ പണിത വീടിന്മേൽ അടിച്ചു കയറുന്നതിന് മുൻപേ നീ എന്ത് ചെയ്തിരിക്കണം? അടിസ്ഥാനം ഇട്ടിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഏതെങ്കിലും അടിസ്ഥാനത്തിന് കുറവുണ്ട് എങ്കിൽ
ഏതെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ ഇതുവരെ നീ അനുസരിച്ചിട്ടില്ല എങ്കിൽ നീ കഷ്ടത വരുമ്പോൾ ഓടി അണയുവാനായിട്ട് ദൈവഭാഗത്ത് ഓടി വരാതെ നീ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? നിന്റെ അടിസ്ഥാനത്തെ ഉറപ്പാക്കിയിരിക്കണം. ഇന്ന് പൽക്കാലം അടിസ്ഥാനം ഉറപ്പാക്കാതെ ദൈവവചനം ആ വേദഭാഗം ഇവിടെ പറയുന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അവൻ്റെ വചനം കേൾക്കുന്നവരായി മാത്രമല്ല, അത് അനുസരിക്കുന്നവരായി, അത് ചെയ്യുന്നവരായി. യു ഷുഡ് ബി നോട്ട് ഓൺലി ദ ഹിയറേഴ്സ് ഓഫ് വേർഡ് ബട്ട് ഓൾസോ ദ ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്. വചനം കേൾക്കുന്നവരായി മാത്രമല്ല, അത് ചെയ്യുന്നവരായി നമ്മൾ തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി. ഹല്ലേലൂയ. ഐ ലവ് യു എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം, ആരോട് വേണേലും പറയാം. മിക്കവാറുമുള്ള ഫോൺ കോൺവെർസേഷൻ്റെ അവസാനം മിക്കവാറും എസ്പെഷ്യലി അമേരിക്കൻസും കാനഡിയൻസും പറയുന്നതാണ് ഐ ലവ് യു. അതിനൊരു അർത്ഥവുമില്ല. ഇറ്റ്സ് ജസ്റ്റ് വേ ഗുഡ് മോർണിംഗ് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു തീർക്കുകയാണ് ഐ ലവ് യു. എന്നാൽ പ്രവൃത്തി തലത്തിൽ വരുമ്പോഴാണ് ആ സ്നേഹം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അത് പറഞ്ഞ പോലെ ദൈവത്തോടുള്ള നിന്റെ സ്നേഹം, ദൈവത്തെ ആരാധിക്കുന്നത് കൊള്ളാം, പാടുന്നത് കൊള്ളാം, കരമുയർത്തുന്നത് കൊള്ളാം, എന്നാൽ അത് ഉള്ളത്തിൻ്റെ ആഴത്തിൽ നിന്ന് എൻ്റെ കർത്താവെ ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ വർഷക്കാലം അനവധി കഷ്ടങ്ങൾ എനിക്ക് വന്നു കർത്താവെ. പലരും എന്നെ നിന്ദിച്ചു കർത്താവെ, പലരും എന്നെ പരിഹസിച്ചു കർത്താവെ, പലവിധമായ ദുഃഖങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കർത്താവെ. എന്നാലും ഞാൻ നിന്നെ വിട്ടു പോകുകയില്ല. ബിക്കോസ് ഐ ലവ് യു ജീസസ്. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. നീ മാത്രമേ സ്നേഹിക്കുവാൻ യോഗ്യനായുള്ളൂ. ഐ ലവ് യു. ഞാൻ അവനെ സ്നേഹിക്കുന്നു, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് കാലം നിങ്ങൾ എത്ര പേർക്ക് ആത്മാർത്ഥ മനസ്സോട് പറയുവാൻ കഴിയും കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്? ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടത ജീവിതത്തിൽ കടന്നു വരട്ടെ, പോരാട്ടങ്ങൾ വരട്ടെ, പീഡനങ്ങൾ കടന്നു വരട്ടെ, പരീക്ഷകൾ കടന്നു വരട്ടെ, ഏത് തരത്തിലുള്ള കൊടുങ്കാറ്റും നിൻ്റെ ജീവിതത്തിന്മേൽ ആഞ്ഞടിക്കുമ്പോഴും നീ പറയേണ്ടത് ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അതിൻ്റെ അടുത്ത ഭാഗം, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, നടക്കുന്ന എല്ലാ സംഭവങ്ങളും എന്തല്ല? നന്മയല്ല. പലവിധ കഷ്ടങ്ങൾ ഈ ആഴ്ചവട്ട കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു. അതൊക്കെയും ദൈവം നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ആ വിശ്വാസത്തോടുകൂടി ഇന്ന് പൽക്കാലം കടന്നു പോകാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നടന്ന സംഭവങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായിട്ടല്ല. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട്, നിനക്ക് വേണ്ടി കൊടുത്തിട്ട്, നിന്നെ ആരാധിച്ചിട്ട്, ഞാൻ ഇത്രയും നല്ലതായി ജീവിച്ചിട്ട്, നമ്മൾ പലരും അവകാശപ്പെടുന്നത് അതാണ്. ഹല്ലേലൂയ. ഞാൻ നന്നായിട്ട്, മറ്റുള്ളവനേക്കാളും നന്നായിട്ട് ജീവിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്. സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻസർ പേപ്പർ കൊടുക്കുന്ന സമയത്ത്, പരീക്ഷ കഴിഞ്ഞ് ആൻസർ ഷീറ്റ് കൊടുക്കുമ്പോൾ പെൺകുട്ടികളാണ് മിക്കവാറും കണ്ടിട്ടുള്ളത്. ഞാൻ അവനവൻ്റെ പേപ്പർ എന്ത് ചെയ്യില്ല, നോക്കില്ല, തൊട്ടടുത്ത വ്യക്തിയുടെ പേപ്പറാണ് നോക്കുന്നത്. വീട്ടിൽ പോയി പറയുന്നത് എന്താണെന്നറിയോ? അവനവന് കിട്ടിയ മാർക്ക് പറയുന്നതിന് മുമ്പ് ചായ കുടിക്കുന്നിടയിൽ അമ്മയോട് സ്വകാര്യമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികൾ. മമ്മി, ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന കുട്ടിക്കും ഇന്ന് ബയോളജിക്ക് 30 മാർക്കേ കിട്ടിയുള്ളൂ. സമാധാനമായി. അനുഭവമുള്ളവർക്ക് മനസ്സിലാകും. അങ്ങനെയാണ് പറയുക. നമ്മുടെ മാർക്ക് പോയി പറയില്ല, അത് അവസാനമേ പറയുള്ളൂ. ആദ്യം ഫസ്റ്റ് റാങ്ക് കുട്ടി വരെ എത്ര തോറ്റിട്ടുണ്ട് എന്നുള്ള വിവരം അമ്മയെ അറിയിച്ചിട്ടാണ്, ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് നമ്മുടെ കാര്യം നമ്മൾ പറയാറുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിൻ്റെ അവസ്ഥയെ ഉള്ളവണ്ണമായി അറിയുന്ന ദൈവം, നിൻ്റെ അവസ്ഥയെ യഥാർത്ഥമായി കാണുന്ന ദൈവം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സഹായിപ്പാനായി കൂടെയുണ്ട്. മറ്റുള്ളവരുടെ കുറവുകൾ, കുറ്റങ്ങൾ, പരാതികൾ കണ്ട് നീ അതിനേക്കാൾ ഞാൻ മെച്ചമെന്ന് ചിന്തിച്ചിരിക്കുകയല്ല വേണ്ടത്. ഇന്ന് പകൽക്കാലം നീ യഥാർത്ഥമായ ദൈവത്തെ സ്നേഹിക്കുക. നിന്നെക്കുറിച്ച് നീ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിക്കുക. മറ്റുള്ളവരുടെ കുറ്റം പറയാനിരിക്കുന്ന ആ പരിപാടി ഒന്ന് നിർത്തുക. ഹല്ലേലൂയ. ഇന്ന വ്യക്തിയെക്കാൾ ഞാൻ മെച്ചമെന്ന് ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ ഈ ലോകത്തിലേക്കും ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവനേക്കാൾ ഞാൻ ശ്രേഷ്ഠനെന്ന് നീ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്നെ ഉൾപ്പെടുത്തി ഞാൻ പറയുകയാണ്, ഞാൻ യോഗ്യൻ, പ്രസംഗിപ്പാൻ ഞാനാണ് യോഗ്യൻ എന്ന് ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ ഏറ്റവും വലിയ പാപമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. തന്നെത്താൻ ശോധന ചെയ്യണം. എക്സാമിൻ യുവർ സെൽഫ്. ഞാൻ എന്നെ ശോധന ചെയ്യണം. കർത്താവേ, എൻ്റെ കുറവുകൾ, നിങ്ങൾ വായിക്കാത്ത എത്രയോ പേജുകൾ എൻ്റെ എൻ്റെ ബയോഗ്രഫിയിലുണ്ട്.
ഇഫ് ഇറ്റ് ഇസ് ഓട്ടോബയോഗ്രഫി, എൻ്റെ സ്വന്തം എഴുതാണെങ്കിൽ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ബയോഗ്രഫി, അനേക പേജുകളുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ തന്നെ ഞാൻ വിധിക്കണം, നിങ്ങളെ തന്നെ നിങ്ങൾ വിധിക്കുക. നിങ്ങളുടെ ഇടത്തും വലത്തും മുന്നും പിന്നും ഇരിക്കുന്ന ആളിനെക്കുറിച്ച് കുറച്ച് ധാരണകൾ നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, നീ അതിനെ ഇന്ന് അവസാനിപ്പിച്ചിട്ട് നിന്നെക്കുറിച്ച്, നീ അങ്ങോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം അതുപോലെ ചെയ്യുവാനായി നോക്കുക. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നിനക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അനുഭവിക്കുക തന്നെ മറ്റുള്ളവരെ പോലെ. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ പോലെ നമ്മളും ഈ ശോധനയിൽ എന്ത് ചെയ്യണം? അനുഭവിക്കണം. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായി, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ഇതെല്ലാം ദൈവം എന്തായി മാറ്റിത്തരും? നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു തരും. ഓക്കെ, അതുകൊണ്ട് ഒരേ കൊടുങ്കാറ്റ് വന്നു, എന്നാൽ അടിസ്ഥാനം ഉറപ്പുള്ളതാകയാൽ, അടിസ്ഥാനം കൊടുങ്കാറ്റ് വരുന്നതിന് മുൻപ് പണിയപ്പെട്ടതാകൊണ്ട് അവൻ്റെ ഭവനം എന്ത് ചെയ്തു? നിലനിന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം അങ്ങനെ നിലനിൽക്കുമോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് വിളിക്കപ്പെട്ടവർക്ക്. എന്താണ് ദ കോൾഡ് വൺസ്? വിളിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്, ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. നമ്മുടെ പരാജയം എന്ന് പറയുന്നത് നമുക്കറിയില്ല എന്തിനു വേണ്ടി എന്നെ ദൈവം സൃഷ്ടിച്ചു എന്ന്. എന്നെ ഒരു എഞ്ചിനീയർ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സൃഷ്ടിച്ചതെങ്കിൽ ഞാൻ പോയി MBBS എടുത്തിട്ട് കാര്യമില്ല. മനസ്സിലായല്ലോ? ഡോക്ടറായിട്ടുള്ള പഠിത്തമാണ് MBBS. എന്നെ ദൈവം ഒരു എഞ്ചിനീയർ ആക്കാനായിട്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ ഞാൻ പോയി എന്ത് ചെയ്യണം? എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്ത് എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സ് എന്ത് ചെയ്യണം? പഠിക്കണം. പോയിട്ട് മെഡിസിന് പഠിച്ചിട്ട് എന്തുവാ ഗുണം? ഇല്ല. നമ്മളിൽ പലരിലും വരുന്ന പരാജയം അതാണ്. നമ്മൾ അല്ലാത്തതൊന്നായി നമ്മൾ ആകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത് അക്കോർഡിംഗ് ടു ഹിസ് പേർപ്പസ്. ആരുടെ ഉദ്ദേശത്തിന്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. ഈ ആരുടെ നിർണയപ്രകാരം? നമ്മുടെ സ്വന്തം നിർണയപ്രകാരം അല്ല, അവൻ്റെ നിർണയപ്രകാരം. ദൈവം നമ്മളെക്കുറിച്ച് എന്താകുവാൻ ആഗ്രഹിച്ചോ അത്. ഒരു സാധാരണ രീതിയിൽ, ഞാൻ ഏറ്റവും താണ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കഴിവിൻ്റെ പരമാവധിയിൽ വെച്ച്, എൻ്റെ കഴിവിൻ്റെ പരമാവധിയിൽ ഞാൻ കൂടി പറയട്ടെ. നിന്നെ ഒരു കുടുംബിനിയായി ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ നിൻ്റെ ചുമതല ഒരു കുടുംബിനിയായി ഏറ്റവും നല്ല രീതിയിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അത് ചെയ്തു തുടങ്ങുമ്പോൾ അടുത്തത് ദൈവം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഇനിയൊന്നും ആകുവാനായിട്ട് നീ ശ്രമിക്കരുത്. ഡോണ്ട് എവർ വാണ്ട് ടു ബി സംവൺ എൽസ്. വേറൊരു വ്യക്തിയായി തീരുവാനായിട്ട് എന്ത് ചെയ്യരുത്? ആഗ്രഹിക്കരുത്. ദൈവം നിന്നെ ഏത് സ്ഥാനത്ത് ഒരു ചെറിയൊരു ജോലിയുമായിട്ട് ദൈവം നിനക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ജോലിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ നന്നായി അത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനിയൊരു വ്യക്തിയായി തീരുവാനായിട്ട് നീ എന്ത് ചെയ്യരുത്? ശ്രമിക്കരുത്. ഹല്ലേലൂയ. നിന്നെ ഒരു നേഴ്സായിട്ടാണ് ദൈവം വച്ചിരിക്കുന്നെങ്കിൽ ഡോക്ടറുടെ കാര്യം അന്വേഷിക്കാനായിട്ട് നീ എന്ത് ചെയ്യരുത്? പോകരുത്. നീ നേഴ്സായി ജോലി ചെയ്യുന്നെങ്കിൽ ആ ജോലിയിൽ വിശ്വസ്തയോട് നന്നായി ദൈവത്തിനെന്നവണ്ണം നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ഏതൊരു തൊഴിലുമായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ ഒരു തൊഴിലിനും ഒരു വ്യത്യാസമില്ല. കാരണം എന്തെന്നറിയാമോ? ഒരാത്മാവിൻ്റെ വില ഈ ഭൂമിയേക്കാൾ വിലയേറിയത്. ഇതിൽ കൂടുതൽ നമുക്കൊന്നുമില്ല. എല്ലാവർക്കും ഒരു ആത്മാവുണ്ട്. ഇവിടെ നീ എന്ത് ജോലി ചെയ്താലും, എത്ര സുന്ദരിയാണേലും, എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, എന്ത് ഉന്നതമായ സ്ഥാനമാനങ്ങൾ നീ അലങ്കരിക്കുന്ന വ്യക്തിയാണേലും, നിനക്ക് ദൈവം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നിൻ്റെ ആത്മാവിന് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. ആ ആത്മാവിന് ഏതൊരു വ്യക്തി എന്ന് പറഞ്ഞ ഒരു വ്യത്യാസമൊന്നും ദൈവസന്നിധിയിൽ ഇല്ല. ഹല്ലേലൂയ. എന്നാൽ നിന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നിനക്ക് ദൈവം സൗന്ദര്യം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് ചില കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ, അത് ദൈവനാമ മഹത്വത്തിനായി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഉപയോഗിക്കുവാൻ വേണ്ടി ഒരു കാലാവധിയോടുകൂടെയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അത് നമ്മൾ ചെയ്തു തീർക്കണമെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനാണ് ദൈവം വില കൊടുത്തിരിക്കുന്നത്. മറ്റതെല്ലാം ഈ ഭൂമിയിൽ നശിച്ചു പോകുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം എന്തിനു വേണ്ടി എന്നെ വിളിച്ചു എന്ന് അറിയാത്ത ഏതെങ്കിലും വ്യക്തി ജീവിതമുണ്ട് എങ്കിൽ തുടങ്ങേണ്ടത് നീ ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥാനം തന്നെയാണ്. ഹല്ലേലൂയ. നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നീ വിശ്വസ്തയോട് നിന്റെ തൊഴിൽ ചെയ്യുന്നുവെങ്കിൽ നിന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എസ്തേർ. ഹല്ലേലൂയ.
അവളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം അവളെക്കുറിച്ച് ദൈവം എത്രമാത്രം കരുതിയിരുന്നു എന്നും അവളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് എന്ത് ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിയുന്നു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ചില വ്യക്തികളെ കുറിച്ച് ദൈവം വ്യക്തമായി പറയുകയാണ്, ഇന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞേക്കാം, എന്നെക്കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നതെന്ന് വേദപുസ്തകത്തിൽ എവിടെ നോക്കിയിട്ടും കാര്യമില്ല, ഒരു പ്രവാചകനും എന്നോട് പറഞ്ഞു തരുന്നുമില്ല. അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയുന്ന വ്യക്തിയോടാണ് ഞാൻ ഈ പകൽക്കാലം പറയുന്നത്, നീ ആയിരിക്കുന്ന അവസ്ഥ തന്നെയാണ് നിന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം. അവിടം കൊണ്ട് എന്ത് ചെയ്യുക? തുടങ്ങുക. ബാക്കിയുള്ളത് ദൈവം നിനക്ക് വഴി നടത്തി തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ഒരു ഉദ്ദേശത്തോടാണ് സൃഷ്ടിക്കുന്നത്. ഗോഡ് ഹാസ് എ പ്ലാൻ. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ട്. ആ പദ്ധതി നീ എന്ത് ചെയ്താലും ഹി വിൽ സക്സീഡ്. അവൻ വിജയിക്കുക തന്നെ ചെയ്യും. അത് നിന്നിലൂടെ എന്ത് ചെയ്തിരിക്കും. മാത്രമല്ല എല്ലാവർക്കും ദൈവം ഒരു അവസരം നൽകുന്നുണ്ട്. ഇന്ന് രാവിലെ ലാനൽ പറഞ്ഞ പോലെ നിങ്ങളുടെ അവസരം നഷ്ടമാക്കരുത്. ഈച്ച് വൺ ഈസ് ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി. ഒരു അവസരം എല്ലാവർക്കും നൽകി തരുന്നുണ്ട്. നമ്മൾ എത്രമാത്രം അതോട് സഹകരിക്കുന്നു അതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് നന്മ ലഭിക്കും. എല്ലാവരെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതിൽ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അത് നിവർത്തിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തോട് ആ ഉദ്ദേശത്തിൽ സഹകരിക്കുന്നോ അതനുസരിച്ച് നമുക്കത് അനുഗ്രഹമായി തീരുവാനിടയാകും. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെക്കുറിച്ചൊരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്. ആ ഉദ്ദേശം ദൈവം നിൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് സാധാരണ ഒരു കുടുംബിനി എന്ന നിലയിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയും ചെയ്തിരിക്കണം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കൊടുക്കേണ്ട നമ്മൾ 1:15 ആയെങ്കിലും 1:30 ആയാലും 2 മണിക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഭക്ഷണം കൊടുത്തിരിക്കണം. അത് നമ്മുടെ സഹോദരിമാർ പറയുന്നത് നമ്മൾ ചെയ്തിരിക്കണം. അത് നമ്മൾ 12:30 തന്നെ ഒന്ന് കഴിച്ചിരുന്നെങ്കിലോ? നമ്മുടെ ജോലികൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ഇന്നു മുതൽ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നമ്മൾ ചെയ്തു തുടങ്ങുക. നമുക്ക് ചെയ്യാം. അതാണ് ദൈവം നിർണയപ്രകാരം നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. ആ കാര്യം നമ്മൾ ചെയ്തു തുടങ്ങുന്നുവെങ്കിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കില്ലേ? നമുക്ക് സഹോദരിമാർക്ക് തന്നെ പറയാം. സഹോദരന്മാരെ ചില നിമിഷങ്ങൾ ഒഴിവാക്കി പറയട്ടെ. നമ്മളത് ചെയ്താൽ ഭവനത്തിൻ്റെ അന്തരീക്ഷം എന്തായിരിക്കും? ഭവനത്തിൻ്റെ സന്തോഷം എന്തായിരിക്കും? ഹല്ലേലൂയ. എത്ര സന്തോഷമുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പറ്റും? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നീ പണിതെടുക്കേണ്ടതാണ്. നിൻ്റെ ക്രിസ്തീയ ജീവിതം നീ പണിതെടുക്കേണ്ടതാണ്. നീ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട്, കർത്താവേ നിൻ്റെ കൃപയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച കാലം പ്രസംഗിച്ച വിഷയത്തിലുള്ളതാണത്. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഏതിനാന്ന് അവിടെ എഴുതിയേക്കുന്നു അറിയാമോ? താഴ്ന്നിരിപ്പാനും ഉയർന്നിരിപ്പാനും, പട്ടിണി കിടപ്പാനും പട്ടിണി കിടക്കാതിരിക്കാനും, ബിരിയാണി തിന്നാനും ബിരിയാണി തിന്നാതിരിക്കാനും, കഞ്ഞി കുടിക്കാനും കപ്പ തിന്നാനും എല്ലാറ്റിനും ഞാൻ ശീലിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായിരിക്കുന്നു. ഹല്ലേലൂയ. ഏതവസ്ഥയിലൂടെ കടന്നു പോകുവാനും ഞാൻ മതിയായിരിക്കുന്നു. നല്ല കറി വെച്ച് തന്നാലും വച്ച് തന്നില്ലേലും സഹോദരന്മാർ പറയണം, എന്തുവാ? ഞാൻ എൻ്റെ ദൈവത്താൽ ഞാൻ സകലത്തിനും മതിയായിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാറ്റിനും മതിയായവനാണ് നമ്മുടെ ദൈവം. നമ്മളെ ശക്തനാക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ വേറെ എന്തെയോ ചെയ്തെടുക്കാൻ വേണ്ടി, ഞാനും പ്രസംഗിക്കുവാൻ വേണ്ടി എന്നെ ശക്തനാക്കും, ഞാനും പാടുവാൻ വേണ്ടി ഞാൻ ശക്തനാക്കും, ഞാനും കീബോർഡ് വായിക്കാൻ വേണ്ടി എന്നെ ശക്തനാക്കും, ഞാനും ഗിറ്റാർ വായിക്കാൻ വേണ്ടി. ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ട. ഇപ്പോൾ തന്ന കാര്യങ്ങൾ നീ കൃത്യമായി ദൈവത്തിനെന്ന വണ്ണം ദൈവിക സമാധാനം നിന്റെ ഭവനത്തിൽ നിലകൊള്ളേണ്ടതിന് നീ ചെയ്തെടുക്കുന്നുവെങ്കിൽ അതാണ് നിന്നെ ദൈവം വിളിച്ചിരിക്കുന്ന നിർണയം. നീ മറ്റൊരു നിർണയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കർത്താവേ എന്നെക്കുറിച്ച് അങ്ങ് എന്ത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നീ 10 ദിവസം ഉപവാസം ഇരിക്കേണ്ട പ്രിയ സഹോദരി. നിന്നെക്കുറിച്ചുള്ള നിർണയം ഇന്നേ ദിവസം നിൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുക,
നിന്നെക്കുറിച്ചുള്ള ദൈവനിർണയം നിന്റെ ജോലി വിശ്വസ്തയോട് ചെയ്യുക. നിന്നെക്കുറിച്ചുള്ള ദൈവനിർണയം സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. നിന്നെക്കുറിച്ചുള്ള ദൈവിക നിർണയം നീ മറ്റുള്ളവർക്ക് സഹായകരമായി തീരുക. ആ നല്ല സമരിയക്കാരനെ പോലെ ആയിരിക്കുക. ആവശ്യങ്ങൾ കാണുമ്പോൾ കണ്ണടച്ച് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അറിയാത്തതുപോലെ ആ ലേവിയെ പോലെ, ഹല്ലേലൂയ, അവനെ പോലെ ഇവനെ പോലെയും നീ പുരോഹിതനെ പോലെയും കണ്ടിട്ടും കാണാത്ത പോലെ നടക്കുന്നതല്ല പ്രിയ സഹോദരി, പ്രിയ സഹോദര. ദൈവനിർണയം, ഹല്ലേലൂയ, നിന്നെക്കുറിച്ചുള്ള ദൈവിക നിർണയം നിനക്ക് വ്യക്തമായി ദൈവം നിന്റെ മനസ്സാക്ഷിയിലൂടെ അതാ നിമിഷം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വീണ വ്യക്തിയെ കാണുമ്പോൾ കണ്ണടച്ചു പോകുന്നതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവനിർണയം. ഹല്ലേലൂയ. ഒരു രോഗിയെ കാണുമ്പോൾ അവരെ സഹായിക്കാതിരിക്കുന്നതല്ല ദൈവനിർണയം. നിന്നെക്കുറിച്ചുള്ള ദൈവനിർണയം എന്തെന്ന് കാത്തിരിക്കുന്ന വ്യക്തി ജീവിതമേ, അനേകരോട് ചെന്ന് ചോദിക്കുന്ന വ്യക്തി ജീവിതമേ, ഇത് ശരിയാണോ തെറ്റാണോ, ഇത് ചെയ്യണമോ വേണ്ടയോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് പറയുകയാണ്, ദൈവം നിന്നെക്കുറിച്ച് നിർണയിച്ചിരിക്കുന്നത് നിന്റെ ഭവനത്തിൽ നിന്ന് നീ തുടങ്ങുക. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് ദൈവനിർണയം എന്തായിരുന്നു? എന്നെ സഹായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 12:2-3. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. 3-ാം വാക്യം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഇഷ്ടമുള്ളൊരു ഭാഗമുണ്ട്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അതുകൊണ്ട് നടക്കുക നമ്മൾ പലരും. താവേ എന്നെ ശപിക്കുന്നവരൊക്കെ ശപിച്ചു പോകണം. എന്ത് സന്തോഷമാണ്. അതിനുവേണ്ടി ഉപവസിക്കുകയും ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയല്ല, ദൈവം അബ്രഹാമിൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ കടന്നുപോയ കഷ്ടതയും അവൻ കടന്നുപോയ പരിശോധനയും പരീക്ഷകളും ഒക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ ഇരിക്കട്ടെ. എന്നാൽ ദൈവം അബ്രഹാമിനെ കുറിച്ച് ഒരു ഉദ്ദേശം വെച്ചു. എന്ത്? നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും, നിന്നിലൂടെ ജാതികൾ അനുഗ്രഹിക്കപ്പെടും. ഇതിന് എതിരായിട്ട് അവൻ തലകുത്തി മറിഞ്ഞ് പല കാര്യങ്ങൾ ചെയ്തിട്ടും ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. ആ പ്ലാൻ എന്ത് ചെയ്യും? ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. നീ എങ്ങനെ, ഏത് തരത്തിൽ, എത്ര നന്നായി ദൈവത്തോട് സഹകരിക്കുന്നുവോ അതനുസരിച്ച് നിനക്ക് അതിൻ്റെ ഫലം അനുഭവിപ്പാൻ കഴിയും. എന്നാൽ നീ അബ്രഹാമിനെ പോലെ കുറച്ചൊക്കെ ഇടയ്ക്ക് കുരുത്തക്കേടുകൾ കാണിച്ചാൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ മുന്നേറുള്ളൂ. എന്നാലും ദൈവിക ഉദ്ദേശം എന്ത് ചെയ്യില്ല, ഒരിക്കലും നിൻ്റെ ജീവിതത്തെക്കുറിച്ച് മാറുകയില്ല. അടുത്ത മോശയെക്കുറിച്ച് നോക്കാം. പുറപ്പാട് പുസ്തകം 3:10. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. അവനെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം അതാണ്. മോശയെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്തുവായിരുന്നു? ഞാൻ നിന്നെ മിസ്രൈമിൽ അയക്കും. എന്തിന്? ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിൻ്റെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. അവനെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം വ്യക്തമായി അവനോട് ഒരു സാഹചര്യത്തിൽ പറയുകയാണ്. അതിന് മുന്നുള്ള സംഭവങ്ങൾ നമുക്കറിയാം, പിൻപുള്ള സംഭവങ്ങളും അറിയാം. ഹല്ലേലൂയ. മുന്നുള്ള സംഭവങ്ങൾ നോക്കിയാൽ ഈ മോശ അതിന് അർഹനായിട്ട് തോന്നുന്നില്ല. കാരണം അവൻ കൊല്ലപ്പെടേണ്ടവനാണ്, അവൻ നൈൽ നദിയിൽ വലിച്ചെറിയപ്പെട്ടവനാണ്, ഫറവോൻ്റെ ഭവനത്തിൽ ശത്രുക്കളുടെ കയ്യിൽ വളർത്തപ്പെട്ടവനാണ്. എന്നാലും ദൈവം മോശയെ, യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അവനെ കണ്ടിരുന്നത് കൊണ്ട് അവൻ്റെ ഉദ്ദേശം അവൻ്റെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവ ഉദ്ദേശത്തോട് സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവസഭയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ദൈവം നമ്മളിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം സക്സസ് ആകുമെന്നുള്ളത് നമ്മളുടെ സഹകരണം പോലിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, തിരുഹിതത്തിനായി, ഫോർ യുവർ പേർപ്പസ്, നിൻ്റെ ഉദ്ദേശത്തിനായി നീ എന്നെക്കുറിച്ച് നിർണയിച്ചിരിക്കുന്നുവോ അത് ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് എല്ലാവർക്കും വിനോദമായി തോന്നുന്ന ഇനിയൊരു കഥാപാത്രമുണ്ട് വേദപുസ്തകത്തിൽ, ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 13:5. ന്യായാധിപന്മാർ 13:5. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. ഈ കഥ അറിയാവുന്നവരൊക്കെ ഒരിക്കൽ ചിരിക്കുന്നുണ്ടാവും, ആഹാ കണ്ടു ഞങ്ങൾ രക്ഷിക്കുന്നതെന്ന്. ഇല്ല, അവൻ രക്ഷിക്കുക തന്നെ ചെയ്തു. ഹല്ലേലൂയ. ദൈവിക ഉദ്ദേശം ഒരിക്കലും മാറ്റപ്പെടുകയില്ല. നീ എത്രത്തോളം അതിനെ എതിർക്കുന്നുവോ അത്രത്തോളം നിനക്ക് നഷ്ടം എന്നല്ലാതെ, എത്രത്തോളം നീ ആ ഉദ്ദേശത്തോട് സഹകരിക്കുന്നുവോ
അത്രത്തോളം നിനക്ക് നന്മയായി തീരുമെന്നല്ലാതെ, വിജയകരമായി തീരുമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറവാനില്ല. ഹല്ലേലൂയ. സിംസോന്റെ ജീവിതം അതിന് ഉദാഹരണമാണ്. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് തൻ്റെ ജനത്തെ വിടിവിപ്പാൻ, രക്ഷിപ്പാൻ വേണ്ടി, ഇസ്രായേലിനെ രക്ഷിപ്പാൻ വേണ്ടി ദൈവം അവനെ വിളിച്ചതാണ്. അവിടെ പറയുന്നത് he will start doing it, begin to deliver Israel out of the hand of the Philistines. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്നല്ല, രക്ഷിപ്പാൻ തുടങ്ങും. നിനക്ക് അത്രമേ പണി തന്നിട്ടുള്ളൂ ദൈവം. കൂടുതലൊന്നും എന്തിരുത്, ഏറ്റെടുക്കരുത്. ഹല്ലേലൂയ. ഞാൻ കൊച്ചു സഹോദരിമാരോട് പറയട്ടെ, അമ്മ വീട്ടിൽ പാത്രം കഴുകാൻ പറഞ്ഞാൽ അത് മാത്രം ചെയ്താൽ മതി. അമ്മ പാത്രം കഴിക്കുമോ, ഞാൻ ചോറ് വയ്ക്കാം, കറി വയ്ക്കാം എന്ന് പറയരുത്. നീ വെച്ചാൽ ശരിയാവത്തില്ല എന്നുള്ളതുകൊണ്ടാണ് അമ്മ പറഞ്ഞ പാത്രം കഴുകാൻ. ഹല്ലേലൂയ. നിങ്ങളെ ഏൽപ്പിച്ചത് അവിടെ തുടങ്ങ്. നിന്റെ വിശ്വസ്തതയെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ സത്യമായി പറയാം, കൊച്ചു സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസ്തതയോട് ഏതൊരു കാര്യം നിങ്ങൾ ചെയ്താലും ദൈവസന്നിധിയിൽ ചെയ്യുന്നുവെന്നും ദൈവത്തിനായി ചെയ്യുന്നുവെന്നും എൻ്റെ അമ്മയപ്പന്മാരെ അനുസരിക്കുന്നു ദൈവഹിതമെന്നും ചിന്തിച്ച് നീ ചെയ്യുന്നുവെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട്. അവൻ നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നീ ചെയ്യുന്നത് ആർക്കാനും വേണ്ടി, ആരും കാണുന്നില്ല എന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിന്നെയും കാണാതെ പോകുന്ന ഒരു സമയം ദൈവസന്നിധിയിൽ വരും. ഹല്ലേലൂയ. എന്നാൽ നീ ചെയ്യുന്നതൊക്കെയും അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് ദൈവിക കൽപ്പനയിൽ, ആ 10 കൽപ്പനയിൽ ഒന്നാകുന്നുവെങ്കിൽ, നീ അത് അനുസരിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തെ, അതിൻ്റെ ഉദ്ദേശത്തെ കാണുന്ന ദൈവം സത്യമായി നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനെ എന്ന് ചോദ്യചിഹ്നവുമായി ഉപാസത്തിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അന്നുള്ള കാര്യങ്ങൾ, നിന്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചതായ ചുമതലകൾ, ഭവനത്തിൻ്റെ ചുമതലകൾ, ജോലിസ്ഥലത്തെ ചുമതലകൾ, മറ്റു കാര്യങ്ങൾ, സമൂഹം നൽകി തന്ന ചുമതലകൾ, അധികാരികൾ നൽകി തന്ന ചുമതലകൾ സത്യസന്ധതയോട് വൃത്തിയായി വെടിപ്പായി ചെയ്യണമെന്നുള്ളത് മാത്രമാണ്. ഹല്ലേലൂയ. ഇനിയൊരു വ്യക്തിയെ നമുക്ക് കാണാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. യോന 1:2. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവേയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. ആരോടാ പറഞ്ഞേ? യോനയോട്. നമ്മളോടല്ല കേട്ടോ. യോനയോട് പറഞ്ഞത് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്, അടി കിട്ടിയിട്ടിങ്ങ് പോരും. ഹല്ലേലൂയ. പലരും മറ്റുള്ളവർക്ക് ദൈവം കൊടുത്ത ചുമതല എന്താണെന്ന് അന്വേഷിച്ച് അതിങ്ങോട്ട് ചെയ്യാൻ നോക്കുക. അതുകൊണ്ടാണ് അടി കിട്ടുന്നത്. പറയാത്ത കാര്യം എന്ത് ചെയ്ത് ദൈവത്തിൻ്റെ ചെയ്യുവാനായിട്ട് നോക്കുക. നിന്റെ എന്തിനാ, വാട്ട് പർപ്പസ് യു ആർ കോൾഡ് ഫോർ, എന്തിനു വേണ്ടി ദൈവം നിന്നെ വിളിച്ചോ ആ ചുമതല മാത്രമേ എന്ത് ചെയ്യാവൂ. അവിടെ ഞാൻ നിർത്തുകയാണ്. യോനയുടെ പുസ്തകം നമ്മളിങ്ങനെയാണ് കാണുന്നത്. നിനിവേ പട്ടണത്തിനെതിരായി നീ പോയി എന്ത് ചെയ്യുക? പ്രസംഗിക്കുക. ഹല്ലേലൂയ. പ്രീച്ച് ആർ ക്രൈ അഗെയിൻസ്റ്റ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രൈ അഗെയിൻസ്റ്റ് ഇറ്റ്. അതിനെതിരായി നീ നിലവിളിക്കുക, കരയുക, അതിനോട് സംസാരിക്കുക. ദൈവ ഉദ്ദേശം അവർക്കെതിരായി സംസാരിക്കണം എന്നുള്ളതിനല്ല പ്രത്യേകത. നമ്മൾ കൊടുക്കുന്ന പ്രത്യേകത അതിനാ. അവർക്കെതിരായിട്ട് പറയാൻ ദൈവം എന്നെ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ധൈര്യത്തിൽ പോവുക. അങ്ങനെയല്ല, ദൈവം മനസ്സലിവോട് പറയുകയാണ്. അതുകൊണ്ടാണ് ആ നിനിവേ പട്ടണത്തെ അവൻ രക്ഷിച്ചതും. അവൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം നിനിവേ പട്ടണത്തെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, എങ്ങനെയെങ്കിലും അവരെ ദൈവഭാഗത്തേക്ക് അനുസരണമുള്ളവരായി ദൈവത്തെ വിരോധിച്ച് ജീവിക്കുന്ന അവരുടെ ജീവിതം അവസാനിച്ച് കടന്നു വരണം എന്നുള്ള ഉദ്ദേശത്തോടാണ് പറഞ്ഞത് ഗോ ആൻഡ് പ്രീച്ച് അഗെയിൻസ്റ്റ് നിനിവേ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശമല്ല. ഹല്ലേലൂയ. യോനയും നമ്മളെപ്പോലെ ഒരുത്തനാ. അതുകൊണ്ട് അവൻ വിചാരിച്ച എന്തുവാ, ദൈവത്തോട് ദേഷ്യപ്പെട്ടവൻ പറഞ്ഞു അല്ലേ, ഇപ്പം എന്തായേ, ഞാൻ വലിയ കാര്യത്തിൽ അതിനെതിരായിട്ടൊക്കെ സംസാരിച്ചു, നീ അവരെ രക്ഷിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ദുഃഖിക്കുന്നത് യോനയെ പോലെ ദുഃഖിക്കാറുണ്ട്. ഞാൻ വിചാരിച്ചത് അവരെ ശപിച്ച ശാപം ഏൽക്കുന്നു, ദൈവം ഇതാ അവരെ രക്ഷിച്ചിരിക്കണു, ഇനി എന്തുവാ ഞാൻ പറഞ്ഞ വാക്കിന്, നീ പറഞ്ഞ വാക്കിനല്ല ദൈവം വില കാണുന്നത്. ദർ ഇസ് എൻ ഇറ്റേണൽ പ്ലാൻ, ഒരു നിത്യമായുള്ളൊരു പദ്ധതി ആ ദൈവസന്നിധിയിലിരിക്കുന്നത്. അതിനുവേണ്ടി ഉദാഹരണത്തിന് ഈ വാർപ്പ് കെട്ടണം കെട്ടുമ്പോൾ ഒരു ഇപ്പോൾ ഒക്കെ ഇരുമ്പിൻ്റെ തൂണാണ് വയ്ക്കുന്നത്. ആ ഇരുമ്പ് തൂണിന് ഒരു പ്രത്യേകതയുമില്ല. അത് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, പണിക്കാരനെടുത്ത് മാറ്റും. ആ ഇരുമ്പ് തൂണ് പറയുക, ഇത്രയും നാൾ ഞാൻ അങ്ങോട്ട് നിലനിർത്തിയിരുന്നേ, ഇതിപ്പോൾ എന്താ എന്നെ വലിച്ച് മുറ്റത്തോട്ട് വലിച്ചെറിഞ്ഞു എന്ന്. അല്ല, ദൈവം നമ്മൾ ഓരോരുത്തരെയും ഓരോ പണിക്ക് വേണ്ടി, ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു ചെറിയ ഉപകരണമായി നമ്മളെ ദൈവം ഉപയോഗിക്കുമ്പോൾ ആ പ്രവൃത്തി പരിപൂർണമായി ചെയ്ത് വിരമിക്കുക സന്തോഷത്തോടുകൂടെ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവം എന്നെ ഏൽപ്പിച്ച ചുമതല നിർവടിയായി ചെയ്യുക. യോനയോട് പറഞ്ഞു നിനിവേക്ക് പട്ടണത്തിന് എതിരായി സംസാരിപ്പാൻ. ഇനി ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:31 മറിയെക്കുറിച്ച് നമ്മൾ കാണുന്നു. ലൂക്കോസ് 1:31.
മറിയെക്കുറിച്ച് പറയുകയാണ്, കന്യയായ മറിയോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. ആ കാര്യത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. നല്ലൊരു സുഖമുള്ള വാർത്തയൊന്നുമല്ല. ഒരു കന്യയായ ഒരു സ്ത്രീയോട് പറയുകയാണ്, നീ ഗർഭം ധരിക്കുമെന്ന്. അബദ്ധത്തിൻ്റെ അബദ്ധം. ഹല്ലേലൂയ. നമ്മളാണ് പറയും, മതി കർത്താവേ, വലിയ സ്നേഹമൊന്നും എന്നോട് കാണിക്കണ്ട, കൃപയുള്ളവളെന്നൊന്നും എന്നോട് ദൂതം പറയണ്ട, മതി 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 മതി, ഈ പരിപാടിക്കില്ല, ഞാൻ എങ്ങനെയെങ്കിലും മാന്യമായി ഒന്ന് ജീവിച്ച് യോസഫിനോട് ജീവിച്ച് അക്കരെ നാട്ടിലെത്തിക്കൊള്ളാം കർത്താവേ എന്ന് നമ്മൾ പറയും. എന്നാൽ അങ്ങനെ ഒരു വ്യക്തിയോട് ദൈവ ഉദ്ദേശം പറഞ്ഞപ്പോൾ അവൾ തന്നെ താഴ്ത്തി കൊടുക്കും. അവളെക്കുറിച്ചുള്ള ദൈവനിർണയം അതായിരുന്നു. ഹല്ലേലൂയ. എന്തുവാ? നീ ഒരു മകനെ പ്രസവിക്കും. മകനെ പ്രസവിക്കുക എന്നുള്ളതിൽ അർത്ഥം പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഒരു വ്യക്തിക്ക് വേണ്ടി, യോസഫിന് വേണ്ടി കല്യാണ നിശ്ചയം ചെയ്തിരിക്കുന്ന, വിവാഹം കഴിയാത്ത ഒരു കന്യകയായ സ്ത്രീയോടാണ് ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുന്നത്, നീ ഒരു മകനെ പ്രസവിക്കും. അതിൻ്റെ കടുപ്പം എന്തെന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും. എന്ന് വെച്ചാൽ അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഹല്ലേലൂയ. ദൈവ ഉദ്ദേശത്തിനു വേണ്ടി ദൈവം എന്തിനു വേണ്ടി വിളിച്ചു എന്ന്, നിന്റെ പദ്ധതികളും നിന്റെ പ്ലാൻസും നിന്റെ ബ്ലൂ പ്രിന്റും നിന്റെ കയ്യിലിരിക്കെ, ഇതാ വേറൊരു വഴിയായി ദൈവം നിന്നെ തിരിച്ചുവിടുമ്പോൾ, കർത്താവേ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് മറിയെ ഏൽപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉദ്ദേശം എന്തെന്ന്, ദൈവം നിന്നോട് എഞ്ചിനീയറിംഗ് പഠിച്ച് ഇന്നടത്ത് പോയി ഇന്ന ജോലി ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ദൈവം പറയുന്നത്, ആ ഗ്രാമത്തിൽ പോയി സുവിശേഷ പ്രതി കൊടുക്കുക. നമ്മൾ ചെയ്യുമോ? അത്രയും പോലും ചെയ്യില്ല. എന്നാൽ അതിനേക്കാൾ കടുപ്പമേറിയാണ് മറിയെ ചെയ്തത്. ഞാൻ അവിടെ നിർത്തുകയാണ്. ഇനി പത്രോസിനെ കുറിച്ച് നോക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18-19. മത്തായി 4:18-19. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ ആന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. നമ്മളോടാണെങ്കിൽ യേശു എങ്ങനെ പറയണമെന്നാണ് വിചാരിച്ചേക്കുന്നത്? മീൻ പിടിക്കുകയാണോ? എന്നും ഇഷ്ടം പോലെ നെമ്മീൻ തന്നെ കിട്ടാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, മീൻപിടുത്തം കഴിഞ്ഞാൽ ഞാൻ നിന്നെ സ്തുതിച്ചോളാം കർത്താവേ എന്ന് ഏറ്റു പറയും. ദൈവം അങ്ങനെയല്ല പറഞ്ഞത്. യേശു പറഞ്ഞത് വളരെ ടോട്ടലി ഡിഫറെൻറ്റ്, വ്യത്യസ്തമായ ഒന്നാണ് പറഞ്ഞത്. ദൈവം പറഞ്ഞു, യേശു പറഞ്ഞത് എന്തുവാ? എൻ്റെ പിന്നാലെ വരിക. മതി മീൻപിടുത്തമൊക്കെ മതി, എൻ്റെ പിന്നാലെ വരിക. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതല്ല. കർത്താവേ നീ എൻ്റെ വലയും പടകും ഒന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. നെമ്മീൻ മാത്രം എനിക്ക് വലയിൽ കിട്ടണം കർത്താവേ. ചെറിയ ചാളയും കൊച്ചുമീനൊന്നും എൻ്റെ വലയിൽ പെടരുത്, വലിയ മീൻ മാത്രം പെടണം കർത്താവേ. അങ്ങനെ ഞാൻ അനുഗ്രഹിക്കപ്പെടണം കർത്താവേ. എന്നാൽ അങ്ങനെ ആകുന്നെങ്കിൽ ദശാംശം ഞാൻ കൃത്യം കൊടുക്കാം കർത്താവേ. വൈകുന്നേരം രാത്രിയാകുമ്പോൾ എന്നെ പണി കഴിയുമ്പോൾ ഞാൻ രാത്രി യോഗങ്ങൾക്കെല്ലാം പൊയ്ക്കൊള്ളാം കർത്താവ്. പല തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. അങ്ങനെയൊന്നും അല്ല എൻ്റെ ദൈവം നിന്നെക്കുറിച്ച് നിർണയപ്രകാരം നിന്നെ വിളിച്ചിരിക്കുന്നത് മനുഷ്യരെ പിടിക്കുന്നവരാകുവാനാ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഓരോരുത്തരെ കുറിച്ചും ദൈവം വിചാരിച്ചിരിക്കുന്ന ആ പ്രവൃത്തിയിലേക്ക് കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി പൗലോസിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തി 9:15. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. ഞാൻ അവനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പൗലോസിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തിനു വേണ്ടി ദൈവം നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് നിന്നെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു, നിനക്ക് ഇത്രയും സൗന്ദര്യം തന്നിരിക്കുന്നു, ഇത്രയും വിദ്യാഭ്യാസം തന്നിരിക്കുന്നു, ഇത്രയും സ്ഥാനമാനങ്ങൾ തന്നിരിക്കുന്നു, ഇത്രയും സ്വാധീനം തന്നിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ദൈവം നിന്നോട് വ്യക്തമായി പറയുന്ന സമയത്ത്, ഹല്ലേലൂയ, നീ അതിൻ്റെ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുവാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു കഥ പറയട്ടെ. ഒരിക്കൽ ഒരു ഫാർമറിൻ്റെ വീട്ടിൽ, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ഫാർമറിൻ്റെ ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൽ ഒരു നായ ഉണ്ടായിരുന്നു, ഒരു കഴുതയും ഉണ്ടായിരുന്നു. ഈ നായ വൈകുന്നേരം കൃഷിക്കാരൻ വയലിൽ നിന്ന് വരുന്ന സമയത്ത് ഓടി വന്ന് വാലാട്ടുമൊക്കെ ചെയ്യുമ്പോൾ, മണ്ണ് നക്കുകയും കൃഷിക്കാരൻ്റെ മേളിൽ ഒരുമുകയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ വീട്ടിനകത്ത് പോയിരുന്ന് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കാറുണ്ട്. ഈ നായ നന്നായി ഇങ്ങനെ തിന്നും. അത് കഴിഞ്ഞ ശേഷം രാത്രി എന്തെങ്കിലും ഒരു ചെറിയ അനക്കമുണ്ടെങ്കിൽ ഇവൻ കുരയ്ക്കും. കുരച്ച ഉടനെ ഈ കൃഷിക്കാരൻ ഇറങ്ങി വന്ന് ലൈറ്റടിച്ച് നായയുടെ പേരും വിളിച്ച് സ്നേഹത്തോട് എന്താന്ന് ചോദിക്കും. അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഈ കഴുതയ്ക്ക് സഹിമുട്ടി. കാരണം കഴുത രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചുമന്ന് വളരെ അധ്വാനിച്ച് പാടുപെടുകയാണ്. അതിന് കുറച്ച് ഉണക്ക വയ്ക്കോലും എടുത്തിട്ട് കൊടുത്തിട്ട് വീട്ടിന് പുറത്ത് വെയിലത്തും മഴയത്തും ആക്കിയിട്ട് വീട്ടിനകത്ത് അങ്ങാര് യജമാനൻ കയറി കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ കഴുതയ്ക്ക് വളരെ സങ്കടമായി. ഒരു ദിവസം രാത്രി ഈ കഴുത ഇങ്ങനെ ദുഃഖിച്ച് കരഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണുനീർ കൊണ്ട് കണ്ണ് മറഞ്ഞിരിക്കുക. എന്നാലും ദൂരെ നോക്കിയപ്പോൾ ഏതോ ഒരു കള്ളൻ വീട്ടിനകത്ത് കയറി വരുന്ന പോലെ തോന്നി. ഉടനെ എന്ത് ചെയ്തു? അപ്പോഴാണ് അവന് ബുദ്ധി തോന്നിയത്. ഈ നായ ചെയ്യുന്ന പോലെ ഇവൻ കുരയ്ക്കാൻ തുടങ്ങി. ഇവൻ്റെ ഭാഷയിൽ അവൻ കുരയ്ക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ കഴുത എങ്ങനെ ശബ്ദം ഉണ്ടാക്കുമെന്ന്. ഭയങ്കര നിലവിളിയായപ്പം നിർത്തുന്നില്ല ആൾ. കൃഷിക്കാരൻ ഇറങ്ങി വന്നിട്ട്
2 അടി വെച്ച് കൊടുത്തു കഴുതയ്ക്ക്. അപ്പം ഇവൻ വിചാരിച്ചു, അത് ശരി, കള്ളം വരുന്നു എന്ന് ഞാൻ ആ നായ ചെയ്ത അതേ തൊഴിലാണ് ഞാനും ചെയ്തത്, അവന് ബിസ്ക്കറ്റ് എനിക്ക് തൊഴിയല്ലേന്ന്. ഇത് 2-3 ദിവസം ആവർത്തിച്ചപ്പോൾ നല്ല പൊതിര കിട്ടി. അപ്പോൾ കഴുതയ്ക്ക് മനസ്സിലായി എൻ്റെ പണി ഇതല്ല എന്ന്. ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം ഓരോരുത്തരെ, പൗലോസിനെ വിളിച്ചത് ഒന്നിനു വേണ്ടി, മറിയെ വിളിച്ചത് ഒന്നിനു വേണ്ടി, പത്രോസിനെ വിളിച്ചത് ഒന്നിനു വേണ്ടി, യോനയെ വിളിച്ചത് മറ്റൊന്നിനു വേണ്ടി, അബ്രഹാമിനെ വിളിച്ചത് മറ്റൊന്നിനു വേണ്ടി, മോശയെ വിളിച്ചത് മറ്റൊന്നിനു വേണ്ടി. നിന്നെയും എന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ കാര്യത്തിലാണ്. ഹല്ലേലൂയ. ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കാര്യം ആരോ എനിക്ക് അയച്ചെന്ന് ഞാൻ വായിച്ചു. നമ്മളെല്ലാവരും ജീവിതമാകുന്ന പരീക്ഷ എഴുതുന്നു, എന്നാൽ ഒരുത്തനെ നോക്കി ഇനിയൊരുത്തൻ കാപ്പി അടിക്കാനായി ശ്രമിക്കുന്നു എല്ലാവരും. എന്നാൽ എല്ലാവരും പരാജയപ്പെടുന്നു. കാരണം ഓരോരുത്തർക്കും നൽകപ്പെടുത്തിയിരിക്കുന്ന ജീവിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതമല്ല നിൻ്റെ ജീവിതം. നിൻ്റെ ജീവിതം ഞാൻ ജീവിക്കുവാൻ നോക്കിയാൽ നിർണയപ്രകാരം എനിക്ക് ജീവിക്കുവാൻ പറ്റുകയില്ല. ദൈവ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ലയണലിൻ്റെ ഒരു കാര്യം എനിക്കൂടെ പറയട്ടെ. ലയണൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാള ഭാഷയ്ക്ക് ഭയങ്കര മോശമായതുകൊണ്ട് അവസാനം 10ാം ക്ലാസ്സിൽ ഞാൻ അവൻ ഇംഗ്ലീഷ് എടുക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ ഇംഗ്ലീഷാണ് അവൻ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് എടുത്തത്. അന്നൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് മലയാളം അവൻ ശരിക്കും പഠിക്കുന്നില്ല എന്ന്. എന്നാൽ അവന് വൈവാം കഴിഞ്ഞിട്ട് കാനഡയിൽ സെലിബ്രേഷൻ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കിട്ടി പോകാൻ നേരത്ത് എല്ലാവരും പറഞ്ഞു ടോഫിൽ എഴുതേണ്ടി വരും, എന്നാൽ മാത്രമേ പോകുവാൻ കഴിയുകയുള്ളൂ എന്ന്, പഠിക്കുവാൻ പോകുന്നതുകൊണ്ട്. എന്നാൽ ഇവൻ ഫസ്റ്റ് ലാംഗ്വേജ് അവൻ്റെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അതിന് വേണ്ടി വന്നില്ല. ഹല്ലേലൂയ. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദുഃഖമെന്ന് ആ നിമിഷം തോന്നുന്ന പല കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ഇന്ന് പൽക്കാലം മനസ്സിലാക്കണം, നിർണയപ്രകാരം നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ ഒരു ഉദ്ദേശത്തോടെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കായി ഉണ്ട്. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ പോലും, നിൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ പോലും, നിൻ്റെ കഴിവില്ലായ്മകൾ പോലും ദൈവം നിനക്ക് നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കഥയും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചില നിമിഷങ്ങൾ എടുത്തുകൊള്ളട്ടെ. ഇതാ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഒരു മന്ത്രി, ആ മന്ത്രി എപ്പോഴും ഇങ്ങനെ പറയും, എല്ലാം അവൻ തളർന്നു പോകുന്ന സമയത്തൊക്കെ പറയും, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവം ചെയ്യുന്നതൊക്കെയും നന്മയാണ്, ദൈവം ചെയ്യുന്നതൊക്കെയും നന്മയാണ്, നല്ലത് മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ എന്ന്. ഇത് കേട്ട് മടുത്തിരുന്നു ഈ രാജാവ്. പണി നോക്കാൻ പറഞ്ഞു. എന്നാൽ ഒരു ദിവസം ഈ രാജാവും മന്ത്രിയും കൂടെ ഇതാ ഒരു കാട്ടിൽ പോയി വേട്ടയാടുവാനായി പോയപ്പോൾ ഇതാ ഒരു ടൈഗർ, ഒരു പുലി രാജാവിന് നേരെ എതിരെ വന്നപ്പോൾ ഈ രാജാവ് ആകെ പേടിച്ചു പോയി. ആ സമയത്ത് ഈ മന്ത്രി ഈ രാജാവിനെ രക്ഷിക്കുവാൻ വേണ്ടി അവനാൽ പരമാവധി ചെയ്ത് അവനെ രക്ഷിച്ചു. എന്നാൽ ആ രാജാവിൻ്റെ വിരലിൻ്റെ ഒരു വിരൽ നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് ഈ രാജാവിന് ദേഷ്യം വന്നു. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, നിനക്ക് എന്നെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ നിന്നെ ഇതാ ഈ കാരാഗ്രഹത്തിൽ അടച്ചിടുകയാണെന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിൽ അവനെ അടച്ചിട്ടു. അപ്പോഴും ഇവൻ പറഞ്ഞു, ഗോഡ്സ് പ്ലാൻസ് ആർ പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ ഉദ്ദേശമൊക്കെയും നല്ലത്, പെർഫെക്റ്റ് ആണ്, കൃത്യമാണ്, നല്ലത് മാത്രമേ എൻ്റെ ദൈവം ചെയ്യുകയുള്ളൂ എന്ന് ഇതാ ഈ മന്ത്രി പറഞ്ഞുകൊണ്ട് കാരാഗ്രഹത്തിനകത്തേക്ക് പോയി. ഹല്ലേലൂയ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഈ രാജാവ് വേട്ടയാടുവാൻ പ്രിയനായതുകൊണ്ട് വീണ്ടും അവൻ കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിൽ ഒറ്റയ്ക്ക് അവൻ ചെന്ന് ഇതാ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാട്ടു മനുഷ്യന്മാർ കുറേ പേര് വന്ന്, ബാർബേറിയൻസ് കടന്നു വന്ന്, മനുഷ്യരെ പിടിച്ചു തിന്നുന്നവർ കടന്നു വന്ന് ഇവനെ പിടിച്ചുകൊണ്ടുപോയി. ഈ രാജാവിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് അവരുടെ ദൈവത്തിന് വേണ്ടി യാഗമർപ്പിച്ചിട്ട് ആ മാംസം അവർ ഭക്ഷിക്കുവാനായി നോക്കുകയും അങ്ങനെ അവർ യാഗപീഠം പണിതു. ഈ മനുഷ്യനെ, ഈ രാജാവിനെ അവിടെ കയറുകൊണ്ട് കിടത്തി. എന്നിട്ട് അതിൻ്റെ പൂജ നടത്തുവാനുള്ള ആ പുരോഹിതൻ കടന്നു വന്നിട്ട് ഇവൻ്റെ ദേഹം പരിശോധിച്ചപ്പോൾ ഒരു വിരലില്ല. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഇവനെ എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ദൈവത്തിന് യാഗമർപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ഈ ബാർബേറിയൻസ് പറഞ്ഞത്, ഊനമുള്ളതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ദൈവത്തിന് കൊടുക്കാൻ പാടില്ല. കെട്ടഴിച്ച് അവനെ പുറത്താക്കി. ഹല്ലേലൂയ. അവൻ രക്ഷപ്പെട്ട് രാജാവ് വീട്ടിലേക്ക് ഓടി. അപ്പോഴവൻ പറഞ്ഞു, മന്ത്രി, നീ പറഞ്ഞത് ശരിയാണ്, ദൈവം നല്ലതേ ചെയ്യുള്ളൂ, ദൈവം നല്ലത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഓടിച്ചെന്ന് കാരാഗ്രഹത്തിൽ നിന്ന് ആ മന്ത്രിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, മന്ത്രി, നീ പറഞ്ഞത് ശരിയാണ്, എന്നാലും ഞാൻ നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കേണ്ടി വന്നല്ലോ, ദൈവം ഏതേ നല്ലതായിട്ട് അത് ചെയ്യാത്തത് നിനക്ക് വേണ്ടി എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മന്ത്രി പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാമോ? ദൈവം അപ്പോഴും നല്ലത് തന്നെയാണ് രാജാവേ ചെയ്തത്. അല്ല, നീ എന്നെ കാരാഗ്രഹത്തിൽ അടച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നേ ദിവസം ഞാൻ നിൻ്റെ കൂടെ എന്ത് ചെയ്തേനെ, വേട്ടയാടാൻ വന്നപ്പോൾ നിന്നെ പിടിച്ച് കിടത്തി. നിൻ്റെ വിരൽ ഊനമെന്ന് കണ്ടാൽ അടുത്ത് എന്നെ പിടിച്ച് കിടത്തും. എനിക്കൊരു ഊനവുമില്ല, എനിക്ക് എല്ലാ 10 വിരലും ഉണ്ട്, എന്നെ കൊന്ന് ശരിയാക്കിയേനെ. ഹല്ലേലൂയ. ദൈവം
ദൈവം നന്മയ്ക്കായി കൂടി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇന്ന് പകൽക്കാലം ഉത്സാഹത്തോട് നമുക്ക് ഭവനത്തിലേക്ക് മടന്നു ചെല്ലാം. എൻ്റെ ദൈവം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, നീ സ്നേഹിക്കുന്ന ദൈവമായിരിക്കണം. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, നമ്മളൊരു ഉദ്ദേശത്തോടു കൂടെ ദൈവം നമ്മളെ വിളിച്ച് ഈ കൊച്ചു സഭയിലാക്കിയിരിക്കുകയാണ്. നമ്മളുടെ പ്രവൃത്തി നമുക്ക് ചെയ്യാം, അവൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാം. ചെറുതിൽ നിന്ന് നമുക്ക് തുടങ്ങാം, ഏയിൽ നിന്ന് തുടങ്ങാം, ഒന്നിൽ നിന്ന് തുടങ്ങാം. ഹല്ലേലൂയ. ദൈവം നമുക്ക് നന്മയ്ക്കായി കൂടി മാത്രമേ സകലവും ചെയ്യുകയുള്ളൂ. ആ വിശ്വാസത്തോട് ഇന്ന് പൽക്കാലം കടന്നു പോകാം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ നിർണയപ്രകാരം വിളിച്ചിരിക്കുന്നു. നിന്റെ നിർണയം എന്തെന്ന് അനുദിന ജീവിതത്തിൽ ഈ ആഴ്ച കാലം ഞാൻ മനസ്സിലാക്കി. എന്നെ ഏൽപ്പിക്കുന്ന ചുമതലകൾ കർത്താവെ വിശ്വസ്തയോട്, കർത്താവെ നിനക്കെന്ന പോലെ ഞാൻ ചെയ്ത് നിന്നിൽ നിന്ന് നന്മ പ്രാപിപ്പാൻ സകല കഷ്ടതകളെ ഞാൻ മറന്ന് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നുള്ള വിശ്വാസത്തോട് മുന്നേറുവാൻ കർത്താവെ നീ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോട് നമുക്ക് കടന്നു പോകാം. ദൈവം ഈ വചനത്താൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.